afternoon, dear children. Good afternoon, Miss. Okay, all of you type your present in chat box. Present ചെയ്യാം. ഇനി നിങ്ങൾക്ക് present type ചെയ്യാം chat box ല്. ഇനി ഒരു കാര്യം ചെയ്യാം. നിങ്ങളിപ്പോ present ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും present അടിച്ചുകൊണ്ടിരിക്കണ്ട. ഇപ്പം റെക്കോർഡിംഗ് ആയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം present അടിച്ചാൽ മതി. അതിവിടെ വന്നോളൂ. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുറേ കാണും ഒരു കുട്ടി തന്നെ പ്രസന്റ് എന്ന് ചെയ്തിട്ട്. All of you take your textbook. Can you hear me now? Okay. കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് പീരീഡ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഭൃഗു ഋഷി. All of you listen here. പേജ് നമ്പർ 34. അത് നമുക്ക് കഴിഞ്ഞതാണ് അല്ലേ? ഭൃഗു ഋഷി കഴിഞ്ഞു. നമ്മളെ ഏകി മാത്രയാണ് എടുത്തത്. അങ്ങനെയല്ലല്ലോ, ഈ പീരീഡ് ഞാൻ എന്തോ പറഞ്ഞിരുന്നല്ലോ, ക്ലാസ് ടെസ്റ്റ് അല്ല ഡിക്റ്റേഷൻ വേർഡ്സ് അല്ലേ? ഓക്കെ, then take your notebook. All of you take your notebook fast. First word is Phrigu. First word is Phrigu. Dikshit, write fast. Dictation word, first word is Phrigu. Close your textbook. Don't look like. Phrigu. First word is Phrigu. Second word is Kripalu. 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 Okay. Next, Mrug. Third word is Mrug. Anvida, traveling ano? Yes, okay. Third word is Mrug. Fourth word is Krina. 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 Last word is Rishi. Aipuna. Last word is Rishi. ജോവിൻ ജോയലിന്റെ നോക്കി എഴുതുന്നുണ്ട്. അല്ല, ജോയൽ ജോവിന്റെ നോക്കിയാണ് എഴുതുന്നത്. ആരോ ആരുടെ നോക്കി എഴുതുന്നുണ്ട്, മിസ്സിന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ രണ്ടുപേരും അടച്ചു വെച്ച് എഴുതിക്കോ. ജോയലാണോ അത് ഫസ്റ്റ് ഇരിക്കുന്നത്? കാണാൻ പറ്റുന്നില്ല, നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും മൂടിയിരിക്കുവോ ഇപ്പോ?
ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് വേർഡ് ഭൃഗു. അയാൻ വിജേഷ് റൈറ്റ് ഫാസ്റ്റ്. ഭൃഗു. കൃപാലു. സെക്കൻഡ് വേർഡ് കൃപാലു. നെക്സ്റ്റ് വേർഡ് മൃഗ്. ഫോർത്ത് വേർഡ് ഈസ് ഘൃണ. ലാസ്റ്റ് വേർഡ് ഋഷി. ഫിനിഷ്. എന്താ ബിയോണ കുട്ടി? മുഹമ്മദ് മുബ്ദാസിം. ബിയോൺ എവിടെ? ആണോ? ഡിറ്റേഷൻ വേർഡ്സ് എഴുതിക്കൊണ്ടിരിക്കുക. Then write fast. ഡിറ്റേഷൻ വേർഡ്സാ. എന്നാ പിന്നെ വേണ്ടേ? വേണ്ടാന്ന് പറഞ്ഞു പോയോ? എവിടെ ബിയോണ? അൺമ്യൂട്ട് ചെയ്യ മോളെ. ഒന്നാമത്തത് ഭൃഗു, രണ്ടാമത്തെ കൃപാലു. കൃപാലു. Are you finished? Yes, okay. Then close your notebook. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ അല്ലെങ്കിൽ അമ്മയോട് പറയാ. എന്താ പറയണ്ടേ? ഈ വാക്കുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചിഹ്നങ്ങളൊക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അത് ഇറിന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകളാണ്. അപ്പൊ ഇറിന്റെ ചിഹ്നം കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടാവണം. മുബ്ദാസിമിന് ഞാൻ വേണമെങ്കിൽ വേർഡ്സ് പറഞ്ഞുതരാം, എഴുതിക്കോ. ഫസ്റ്റ് വേർഡ് ഭൃഗു. ഇനിയിപ്പോ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. രണ്ടാമത് കൃപാലു, മൃഗ്, ഘൃണ, ഋഷി. ഓക്കെ. ഇനിയിപ്പോ ലാസ്റ്റ് നിങ്ങൾക്ക് റേഞ്ച് പ്രോബ്ലം കാരണം ക്ലാസ് കയറാൻ പറ്റിയില്ല. ഇപ്പോഴാണ് കയറിയിരുന്നത്. നിങ്ങളൊന്ന് യൂട്യൂബ് ക്ലാസ് കാണുക, ഡിറ്റേഷൻ വേർഡ്സ് ഏതാണെന്ന് നോക്കുക, അത് എഴുതുക. തന്നെ നിങ്ങളെ തന്നെ വിലയിരുത്തുക പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ. All of you close your notebook. എന്താ ചെയ്യണ്ടേ? ഡിറ്റേഷൻ വേർഡ്സ് കറക്റ്റ് ആണോ എന്ന് വീട്ടിൽ നിന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യാം. അമ്മമാരോടൊന്ന് പറയാ ചെക്ക് ചെയ്യാൻ. അതിനുശേഷം ഏതാ തെറ്റിയെന്ന് കണ്ടാൽ അത് നിങ്ങൾ എഴുതി പഠിക്കണം. ആ വാക്കുകൾ എഴുതി പഠിക്കാം. ഓക്കെ. അത് അയച്ചു തരണമെന്നൊന്നുമില്ല, നിങ്ങളെ വിലയിരുത്തുന്നയാള് കേട്ടോ. ഏതാ തെറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ അത് പഠിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ പഠിക്കാം. Okay. All of you take page number 36. Page number 36. A key matra. All of you listen here. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയിരിക്കാതെ. എന്റെ ചിഹ്നമാണ് പറഞ്ഞിരിക്കുന്നത്. Symbol of A. A say A D. A D means heel. സേബ്, മേല, കരേല, റെയിൽ. രാവിലെ തന്നെ ഹോംവർക്ക് നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതി കാണുമല്ലോ. യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എഴുതിയില്ലേ? ഇച്ചിരിയല്ലേ ഉള്ളൂ. അത് നിങ്ങൾ ഇത് എടുത്ത് എഴുതണം കേട്ടോ. മിസ് ഇനി ഇത് ഗ്രൂപ്പിൽ ഇട്ട് തരില്ല. നിങ്ങൾ തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എഴുതണം. രാവിലെ പറഞ്ഞ ശബ്ദാർത്ഥ്, പിന്നെന്താണ് അംഗ്രേജി ശബ്ദ്, ഏക് ശബ്ദമേ ഉത്തർ ലിഖോ. പേജ് നമ്പർ 35 ഇത് നിങ്ങൾ 3 നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. എന്നിട്ട് മിസ്സിന് ശരിയാ, തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തു തരാം. ഓക്കെ, ലിസൺ. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് രാവിലത്തെ ഹോംവർക്ക് എഴുതി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇനി വീണ്ടും ഹോംവർക്ക് വരുന്നുണ്ട്. എ കീ മാത്ര. റൈറ്റ് ലെസൺ നമ്പർ 8 എ കീ മാത്ര.
എടി, സേബ്, മേള, കരേള, റേൽ. ഈ വാക്കുകൾ നിങ്ങൾ ആ പ്ലസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇത് എഴുതണം നോട്ട് ബുക്കിലേക്ക്. സൈഡിൽ എഴുതി വെച്ചോ. കുറച്ച് സ്പീഡിൽ പോയിട്ട് നമ്മുടെ ചാപ്റ്റർ ഒന്നും തീരില്ല. കുറച്ചുണ്ട്, കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ടഫായിട്ട് വരും. ഇപ്പൊ നമുക്ക് 2-3 പീരീഡ് എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ കുറച്ച് സ്പീഡ് പോയാൽ ആ സമയം ബുദ്ധിമുട്ടില്ലാതെ വരും. ലിസൺ. പഠിക്കർ സീക്കോ. बेल, केला, सवेरा, पेड़, जेवर, सहेली, रेल, भेड़िया, सपने, रेखा, खेल, कपड़े. എന്താ ചെയ്യണ്ടേ? ഈ 5 വേർഡ്സ് നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതുക. താഴെ കാണുന്ന ഈ വാക്കുകളും ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതുക. ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് ക്ലാസ് ഉണ്ടോ? നോ. അത് ഈ ക്ലാസ് കഴിഞ്ഞ പാട് ഇത് നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഇന്ന് തന്നെ, നാളത്തേക്ക് വെക്കരുത്. പഠിക്കേണ്ട നമുക്ക് പിന്നെ പഠിക്കാം. എഴുതേണ്ട കാര്യം ഇന്ന് തന്നെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. പഠിക്കാൻ നമുക്ക് റിവിഷൻ ഉണ്ട്. റിവിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മിസ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. കഴിഞ്ഞ എക്സാമിന് നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ക്ലാസ് കഴിഞ്ഞ പാട് തന്നെ മുമ്പത്തെ ചാപ്റ്ററിന്റെ ശബ്ദാർത്ഥ്, അംഗ്രേജി ശബ്ദ്, ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. ഇപ്പൊ ഈ പറയുന്ന 8ാമത്തെ ലെസണിന്റെ ഏകി മാത്ര ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതുക. പെട്ടെന്ന് തരും. 1/2 മണിക്കൂറേ വേണ്ടു. നിങ്ങൾക്ക് നോക്കി എഴുതുകയല്ലേ വേണ്ടു. ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതുക ഈ വാക്കുകൾ. പേജ് നമ്പർ 36. അവിടെ സൈഡിൽ കുറിച്ച് വെക്കുക, നോട്ട് ബുക്കിൽ എഴുതാൻ. അത് ഇന്ന് കുറിച്ച് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം എന്താണ്? ഇപ്പൊ എഴുതുവാണെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം ഓക്കെ. അതിന്റെ താഴെ കാണുന്ന പെൻസിൽ കൊണ്ട് എഴുതുക. ഠേസെ ഠേല, മേസെ മേഘ്, ഠേസെ ഹഥേലി, ലേസെ ജലേബി. ചുമ്മാ ഒരു പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ എഴുതിയാൽ മതി അതിന്റെ മുകളിലൂടെ കേട്ടോ. അപ്പം ഏകി മാത്ര എങ്ങനെയാണെന്ന് ഇവിടെ പരിചയപ്പെട്ടു അല്ലെ? എന്റെ ചിഹ്നം എവിടെയാ? എങ്ങനെയാണ്? വ്യഞ്ജനാക്ഷരങ്ങളുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ എന്റെ ചിഹ്നം ഇടുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ സൈഡ് ഉണ്ട് അല്ലെ? ആ കീ മാത്ര അക്ഷരങ്ങളുടെ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു. ഈ കീ മാത്ര വ്യഞ്ജനാക്ഷരങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു. ഈ കീ മാത്ര റൈറ്റ് സൈഡിൽ എഴുതുന്നു. ഊക്കി മാത്രം എവിടെ എഴുതുന്നു? അക്ഷരങ്ങളുടെ നീച്ചെ താഴെയാണ് എഴുതുന്നത്. പിന്നെ ഇറുക്കി മാത്ര എന്ന് പറയുന്നത് നമ്മുടെ അക്ഷരങ്ങളുടെ താഴെ ഭാഗത്താണ് എഴുതുന്നത്. അത് എങ്ങനെയാണ്? ഊ എന്ന അക്ഷരത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ആ ചിഹ്നങ്ങൾ എഴുതുന്നത് അല്ലെ? നമ്മൾ ടിക്ക് ഇടുന്നത് പോലെയാണ് ഇറിന്റെ ചിഹ്നം ഇടുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 37 നോക്കിയേ. ഒരു ചെറിയൊരു കഥ പോലെ ഉണ്ട് അല്ലെ? ക്ലാസ് നിന്ന് പോയല്ലോ ഇടയ്ക്ക്. ഓക്കെ ലിസൺ. നിങ്ങൾക്ക് കട്ടായി പോയിരുന്നോ ക്ലാസ്? ക്ലാസ് കട്ടായിരുന്നോ? നോ. ഇവിടുത്തെ ലാപ്പിന് ചെറിയൊരു പ്രശ്നമായിരുന്നു. ഓക്കെ ലിസൺ. പേജ് നമ്പർ 37. ജലേബി കി ദുകാൻ. ജലേബി കി ദുകാൻ. ലിസൺ.
സുരേഷ് ഏക് ഹൽവായി ഥാ. ഇവിടെ പിക്ചർ ശ്രദ്ധിക്കണം നിങ്ങള്. सुरेश एक हलवाई था, उसकी जलेबी की दुकान थी, वह सुबह गरम गरम जलेबी बनाता था, उसकी गरम गरम जलेबी बहुत मजेदार थी, सब जलेबी खाने के लिए दूर दूर से आते थे, सब सुरेश हलवाई की जलेबी की तारीफ करते थे, इससे वह बहुत खुश था। सुरेश हलवाई ने गरम गरम जलेबी के साथ गरम गरम दूध बेचना भी शुरू कर दिया। सुबह सुबह ही उसकी दूध जलेबी की खुशबू से सब दुकान पर आ जाते थे। देखते देखते दुकान पर बहुत भीड़ लग जाती थी. എന്തെങ്കിലും മനസ്സിലായോ? പറഞ്ഞുതരാം. ജലേബിക്ക് ദുക്കാൻ. ഇവിടെ നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഈ പാരഗ്രാഫില് ആ ഒരു സ്റ്റോറിയില് നിങ്ങൾ അവിടെ റെഡ് കളറിൽ എന്താ കൊടുത്തിരിക്കുന്ന നോക്കിയേ. റെഡ് കളറിൽ എന്റെ മാത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങള്? ഇവിടെ ഫുള്ള് കണ്ടോ? റെഡ് മാർക്കില് എന്റെ ചിഹ്നം കൊടുത്ത കണ്ടോ അക്ഷരങ്ങൾക്ക്? അപ്പൊ എന്റെ ചിഹ്നം എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയോ? ഓക്കെ, മുകളിൽ ഒരു ചരിഞ്ഞിട്ടൊരു വരയാണ്. ഓക്കെ, ലിസൺ. സുരേഷ് ഏക് ഹൽവായി ഥാ. അപ്പൊ ഇവിടെ കാണുന്ന ഈ പിക്ചറില് ഇവരുടെ പേരാണ് സുരേഷ്. സുരേഷ് ഒരു ഹൽവായി ഥാ എന്ന് പറഞ്ഞ ആരാണ്? ഹൽവായി, ഹൽവ ഉണ്ടാക്കുന്ന ആളില്ലേ, അതാണ്. ജിലേബി, ഹൽവ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് സുരേഷ്. ഉസ്കി ജലേബി കി ദുകാൻ ഥി. ജലേബി വിൽക്കുന്ന കടയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വഹ് സുബഹ് ഗരം ഗരം ജലേബി ബനാത്താ ഥാ. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം നല്ല ചൂടുള്ള, ഗരം ഗരം എന്ന് പറഞ്ഞ ചൂടുള്ള ജലേബി ഉണ്ടാക്കുമായിരുന്നു. ഉസ്കി ഗരം ഗരം ജലേബി ബഹുത്ത് മജേദാർ ഥി. അദ്ദേഹത്തിന്റെ ജലേബി, ആ മധുരമുള്ള ചൂടുള്ള ജലേബി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റിയാണെന്നാ പറയുന്നത്. അത് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ സബ് ജലേബി ഖാനെ കെ ലിയെ ദൂർ ദൂർ സേ ആത്തെ ഥേ. സബ് എല്ലാവരും ജലേബി കഴിക്കാൻ വേണ്ടിയിട്ട് ദൂരത്ത് നിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുമായിരുന്നു. സബ് സുരേഷ് ഹൽവായി കി ജലേബി കി താരിഫ് കർത്തേ ഥേ. എല്ലാവരും എന്താണ് കടയിലേക്ക് വന്നിട്ട് അവിടെ ക്യൂ നിൽക്കുന്ന പറയുന്നത്. അവിടെ ആ കടയിലോട്ട് വന്ന് വരുന്നതിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇസ്സേ വഹു ബഹുത്ത് ഖുശ്ദ. അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റിയാണ് സുരേഷിന്റെ ഹൽവ അല്ല ജലേബി. അപ്പോ എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഭയങ്കര തിരക്കായിരിക്കുന്ന പറയുന്നത്. അവിടെ ആ രാവിലെ മുതല് ആ കടയിൽ ഭയങ്കര തിരക്കായിരിക്കും. സുരേഷ് ഹൽവായി ने गरम गरम जलेबी के साथ गरम गरम दूध बेचना भी शुरू कर दिया. എന്താണ്, നല്ല ചൂടുള്ള ആ മധുരമുള്ള ജലേബിയുടെ കൂടാതെ, അത് കൂടാതെ ഗരം ഗരം ദൂത് ബേച്ചനെ भी शुरू कर दिया. എന്താണ്, നല്ല ചൂടുള്ള പാല് അല്ലെ, അതും വിൽക്കുവാൻ തുടങ്ങി. സുബഹ സുബഹ ഹി ഉസ്കി ദൂത് ജലേബി की खुशबू से सब दुकान पर आ जाते थे. എന്താണ്, എല്ലാ ദിവസവും അതേപോലെ മോർണിംഗ് രാവിലെ ആവുമ്പോഴേക്കും ഈ ദൂത്, ചൂടുള്ള പാലും, ദൂത് എന്ന് പറഞ്ഞാൽ എന്താണ്, മിൽക്ക്, ജലേബിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തോടെ ആൾക്കാർ ഇവിടെ വന്നു തുടങ്ങി. ദേഖത്തെ ദേഖത്തെ ദുകാൻ പർ ബഹുത് ഭീഡ് ലഗ് ജാത്തി ഥി. എന്താണ്, എല്ലാരും അങ്ങോട്ട് ആകർഷിക്കാൻ തുടങ്ങി അല്ലേ കടയിലോട്ട്. അപ്പം വലിയ ആൾക്കൂട്ടമായി എന്നാ പറഞ്ഞത്. ആ കടയുടെ മുമ്പില് ഭയങ്കര ആൾക്കൂട്ടമായി.
അല്ലേ? ഒരു നല്ല സാധനം എന്തെങ്കിലും വന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒരു കടയുടെ മുകളിൽ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് ആദ്യം എടുക്കണം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരക്ക് കൂട്ടും അല്ലേ? ഇതാണ്. അപ്പൊ ആ ടേസ്റ്റി ആയ ജലേബി കഴിക്കാനും നല്ല ചൂടുള്ള പാല് കുടിക്കാനുമായിട്ട് ക്രൗഡ്, അതായത് ആൾക്കൂട്ടം അദ്ദേഹത്തിന്റെ കടയ്ക്ക് മുമ്പിൽ ക്യൂ നിൽക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത്. മനസ്സിലായോ? നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ? നല്ല ജലേബിയും നല്ല ചൂടുള്ള പാലും കുടിച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ നിങ്ങൾക്ക്? All of you read this chapter, this story 2 times. Okay. അത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് ആ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാം. ശബ്ദാർത്ഥം കാര്യങ്ങളും നമുക്ക് പിന്നീട് എഴുതാം. അത് ഞാൻ മിസ് എഴുതി തരാം കേട്ടോ. ഇതിലിപ്പോ നിങ്ങളൊന്നും എഴുതണ്ട. ഇവിടെ പേജ് നമ്പർ 38 ആ ചെറിയ വർക്കൊക്കെ ഇപ്പൊ ചെയ്യാലോ. ഉചിത സ്ഥാൻ पर एक ही मात्रा लगाकर शब्द पूरे करो. Page number 38. Take your pencil. First, ഇവിടെ എന്താ പറയുന്നേ? ഇവിടെ എന്റെ ചിഹ്നം ചേർക്കുക എന്നാ പറയുന്നത്. സേബ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? സ പ്ലസ് ഏക്കി മാത്ര പ്ലസ് ബ, അതാണ് സേബ്. നെക്സ്റ്റ് ജൽബി എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലെ? ജൽബി. പക്ഷെ കറക്റ്റ് വാക്ക് എന്താണ്? ജലേബി. എവിടെ നമ്മൾ ലേന്ന് എഴുതും? അവിടെ ലായുടെ മുകളിലാണ് ഏക്കി മാത്ര കൊടുക്കുക. ജ രണ്ടാമത്തെ അക്ഷരമായ ലായുടെ മുകളിൽ എയുടെ ചിഹ്നം കൊടുക്കുക. Then how can read? ജലേബി. ആയിഷേ എന്ത് പറ്റി? വായിക്കാനായില്ല മോനെ, ഇതൊന്ന് പറയട്ടെ. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞു. ആയിഷു മ്യൂട്ട് ചെയ്യണ്ടായിരുന്നു. അൺമ്യൂട്ട് ചെയ്തേ ആയിഷേ. നെക്സ്റ്റ് നോക്കിയ മോനെ, റെൽ ഗാഡിന കൊടുത്തിരിക്കുന്നു അല്ലെ? ട്രെയിനിന് നമ്മൾ എന്താ വാക്ക് പഠിച്ചത്? ട്രെയിൻ നമ്മള് റെയിൽ എന്നാ പഠിച്ചത് അല്ലെ? റെയിൽ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ആണ്. നേരത്തെ പഠിച്ചില്ലേ? റെയിൽ ഗാഡി പറഞ്ഞാല് തീവണ്ടി, ട്രെയിൻ തന്നെയാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ്. അപ്പൊ രാ എന്നുള്ള അക്ഷരത്തിന്റെ മുകളിലായിട്ട് നിങ്ങൾ ഏക്കി മാത്ര കൊടുക്കുക. രാ എന്ന അക്ഷരത്തിന്റെ മുകളിൽ എന്റെ ചിഹ്നം കൊടുക്കുക. നെക്സ്റ്റ് ഫടിയ എന്നാ കൊടുത്തിരിക്കുന്നു അല്ലെ? ഫടിയ. ഭേടിയ, ഫായുടെ മുകളിൽ ഏക്കി മാത്ര കൊടുക്കുക. നെക്സ്റ്റ് ഹഥേലി, രണ്ടാമത്തെ അക്ഷരത്തിന്റെ മുകളിൽ എന്റെ ചിഹ്നം കൊടുക്കുക. ഹഥേലി. തായുടെ മുകളിൽ ഏക്കി മാത്ര ലഗാവോ. ഹഥേലി പറഞ്ഞെന്താ? കൈപ്പത്തി. ഠല എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലെ? എന്താണ് നമ്മള് ഒന്ന് വേണ്ടിട്ട് പറയാ? ഠേല എന്നാണ് പറയുക. ഠേല. അപ്പൊ ഠായ് എന്ന അക്ഷരത്തിന്റെ മുകളിൽ ഏക്കി മാത്ര കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 39 നോക്കിയേ. जोड़कर लिखो. Number 3, जोड़कर लिखो. Join the letters and make words. माँ प्लस एक की मात्रा प्लस ला प्लस आ की मात्रा. Already given. मेला. Second word നോക്കുക. जा प्लस ला प्लस एक की मात्रा प्लस बा प्लस ई की मात्रा. എന്തായിരിക്കും ഈ വാക്ക്? ആർക്ക് പറയാം? ആദിത്യ. അൺമ്യൂട്ട്.
Jalebi. വെരി ഗുഡ് റൈറ്റ് ജലേബി. അത് ഹോംവർക്ക് ആക്കിയാലോ എന്നാല്? അല്ല ഇപ്പൊ എഴുതിക്കോ, സ്പീഡിൽ എഴുതാൻ പറ്റുമോ എഴുതിക്കോ. ജലേബി. നെക്സ്റ്റ് सा प्लस हा प्लस ए की मात्रा प्लस ला प्लस ई की मात्रा ആര് പറയും? നീലാഞ്ജന. Saheri. സഹേലി. വെരി ഗുഡ് സഹേലി. സഹേലി എന്താണ് മീനിങ്? ഫ്രണ്ട് അല്ലേ? മുമ്പത്തെ പേജിലില്ലേ? യെസ്. സവേര സഹേലി സപ്നെ फ्रेंड. ओके देन नेक्स्ट हिंदी शब्द को सही अंग्रेजी शब्द से जोड़ो. ഹിന്ദി വാക്കുകൾ ഇംഗ്ലീഷ് വേർഡ്സുമായിട്ട് അതായത് മാച്ച് ചെയ്യാം. മേള ഫെയർ കരേള. കരേള മീൻസ് ബിറ്റർ ഗോഡ്. ബിറ്റർ ഗോഡിലോട്ട് മാച്ച് ചെയ്യാം. കരേള ബിറ്റർ ഗോഡ്. खुशबू फ्राग्रेंस. खुशबू फर्स्ट वर्ड. नेक्स्ट सेब. सेब आपिल. अथीना सुनील कुमार. वेर इज अथीना? प्लीज raise your hand अथीना. okay, what is your problem? Miss, ഈ ഹാൻഡ് കൈ കാണിച്ചേക്കുന്നില്ലേ? അതിന്റെ അത് ഹദേലി. ഹായുടെ മുകളിൽ എന്റെ ചിഹ്നം കൊടുക്കാം. ഹദേലി. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ എവിടെയാണ്? ഇതാരാ? ബിയോണ. ഞാൻ നോക്കുമ്പോ ഒരു സൺഫ്ലവർ ഇരിക്കുന്ന പോലെ ഉണ്ട് ബിയോണ. ബിയോണയുടെ ഡ്രസ്സ് നോക്കി എല്ലാരും. ഫുള്ള് സൺഫ്ലവറാ. ഞാൻ നോക്കുമ്പോ സൺഫ്ലവർ ആണ് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നതെന്ന്. അവന്റെ മുകളിൽ ഒരു തലയുണ്ട്. ബിയോണ കുട്ടിയുടെ തലയുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ ഉടുപ്പ് കാണാൻ. എല്ലാരും മറിച്ച് നോക്കുക ബിയോണനെ. ബിയോണ പോയി. ഇവിടെ ശ്രദ്ധിച്ചേ. നെക്സ്റ്റ് സേബ് ആപ്പിൾ. ജേവർ. ജേവർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർണമെന്റ്സ് ആണ്. ഗോൾഡ് ഓർണമെന്റ്സ്. കപ്പടെ ക്ലോത്ത്സ്. കപ്പടെ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രങ്ങൾ. ക്ലോത്ത്സ്. കപ്പടെ ക്ലോത്ത്സ്. ഓക്കെ. നെക്സ്റ്റ് നമ്പർ 5 സഹി ശബ്ദ ലിഖിക്കർ വാക്യ പൂരേക്കരം. ശരിയായ വാക്കിന് വാക്ക് എഴുതി ആ വാക്യം പൂരിപ്പിക്കുക. സെന്റൻസ് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. കംപ്ലീറ്റ് ദ സെന്റൻസ്. റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് കണ്ടോ നിങ്ങള്? മജേദാർ, ഹൽവായി, ബേച്ന, ജലേബി. ഈസിയാണ് കണ്ടോ. സുരേഷ് ഏക് ഹൽവായി ഥാ. സുരേഷ് ഒരു ഹൽവായി ആയിരുന്നു. ഉസ്കി ഡാഷ് കി ദുകാൻ തി. എന്തായിരിക്കും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്ത് കച്ചവടക്കാരനായിരുന്നു? എന്താ അവര് കടയിൽ വിറ്റുകൊണ്ടിരുന്നേ? ഡാനി. ജലേബി. വെരി ഗുഡ് ജലേബി. അവിടെ മാർക്കിട്ട് വെക്കുക. രണ്ടാമത്തെ ഖ എന്നുള്ളത് മാർക്കിട്ട് പിന്നെ എഴുതിയാൽ മതി കേട്ടോ. ജലേബി. മൂന്നാമതൊക്കെ ജലേബി ബഹുത്ത് ഡാഷ് തി. നൈലിക്ക് അറിയോ? ജലേബി ബഹുത്ത് മജേദാർ. മീഠാ എന്നാണ് അല്ലെ? പക്ഷെ ഇവിടെ മീഠാന്ന് കൊടുത്തിട്ടില്ല. ഇപ്പൊ എന്താണ്? മജേദാർ. ഫസ്റ്റ് വേർഡ് മജേദാർ എന്നാണ് വേണ്ടത്. മജേദാർ എന്താണ് പറയുന്നത്? നല്ല ജലേബി എങ്ങനെയാ നമുക്ക് ഭയങ്കര എന്താണ് മധുരമുള്ളതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? മജേദാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അതിന്റെ ആ ടേസ്റ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഉസ്നെ ദൂത് ഡാഷ് ഭി ശുരു കർ ദിയ. അദ്ദേഹം
ദൂത് കൂടി എന്താണ്? ബേച്ന ഭി ശുരു കർ ദിയ. അതുകൂടി വിൽക്കുവാൻ തുടങ്ങി. ബേച്ന. ദൂത് ബേച്ന ഭി ശുരു കർ ദിയ. ആയില്ലേ? ഞാനിപ്പോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ പറയുമോ നോക്കട്ടെ. പറയും. ഹൽവായി ദുക്കാൻ പർ ക്യാ ബനാത്താ ഥാ? ഹൽവായി കടയില് എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? റിച്ചാർഡ്. जलेबी. जलेबी. वेरी गुड. हलवाई का क्या नाम था? डोंट राइट नाउ. डोंट राइट. हलवाई का क्या नाम था? हादिया. അതെയോ? ഇപ്പൊ യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ. ഐഫൂന, ഹൽവായി കാ ക്യാ നാം താ? ഹൽവായിയുടെ പേരെന്തായിരുന്നു ചോദിക്കുന്നത്? സുരേഷ്. സുരേഷ്. സുരേഷ് എന്നായിരുന്നു പേര്. സുരേഷ് की जलेबी कैसी थी? देवांग. सुरेश की जलेबी कैसी थी? നോ നോ. അദ്ദേഹത്തിന്റെ ജലേബി എങ്ങനെയുള്ളതായിരുന്നു? നോ. ഗരം ഗരം ജലേബി ബഹുത്ത് മജേദാർ ഥാ. മജേദാർ थी. മജേദാർ എന്നുള്ള വാക്കാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഇപ്പൊ എഴുതണ്ട. उसने बाद में क्या बेचना शुरू किया? उसने बाद में क्या बेचना शुरू किया? അപ്പൊ ജലേബി കൂടാതെ വേറെ എന്താണ് അദ്ദേഹം വിൽക്കുവാൻ തുടങ്ങിയത്? ഇഷിക. ആ, ദേവാംഗ് പറഞ്ഞു മിൽക്ക്. മിൽക്കിന് എന്താ ഹിന്ദി വേർഡ് ദേവാംഗേ? ദൂത്. ദൂത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്തു എല്ലാവരും. വെരി ഗുഡ് ചിൽഡ്രൻ. ഗിവ് ക്ലാപ്പ്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെ ക്ലാപ്പ് ചെയ്തോ. വെരി ഗുഡ്. മിസ് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോ ഇവിടെ നിങ്ങൾക്ക് വർക്ക് വന്നത് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനുള്ളതേ വന്നിട്ടുള്ളൂ. ഇപ്പൊ നോട്ട് ബുക്കിൽ എഴുതാനുള്ള വർക്ക് മുമ്പ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള വർക്ക് ഞാൻ പിന്നീട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചെയ്യാൻ ഇച്ചിരിയേ പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരി ഹോംവർക്ക് ആയാലും ബുദ്ധിമുട്ടല്ലേ. അവർ ക്ലാസ് ഈസ് ഓവർ. ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് മജേദാർ എന്ന് പറഞ്ഞാൽ ടേസ്റ്റി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വാദ് സേ ഭരി. ഭയങ്കര സ്വാദുള്ള ജിലേബിയുടെ സ്വാദ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കഴിക്കുമ്പോ അത് അനുഭവിച്ചറിയുകയോ ചെയ്യുന്നല്ലേ. മജേദാർ എന്ന് പറഞ്ഞാൽ ടേസ്റ്റി, നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഇവിടുത്തെ വാക്ക് മജേദാർ എന്നാണ്, മീഠ എന്നല്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പാഠഭാഗം വായിക്കണം കേട്ടോ. സമയം കിട്ടുമ്പോ നിങ്ങളിത് സമയം എടുത്ത് വായിക്കണം. നല്ല രസമാണ് വായിക്കാൻ. വായിച്ചിട്ട് ഇപ്പൊ മീനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ വായിക്കുമ്പോ തന്നെ ആ മീനിങ് വരും നിങ്ങൾക്ക്. നമ്മുടെ ടൈം തീർന്നു. ഇനി 1 മിനിറ്റേ ഉള്ളൂ. നേരത്തെ മിസ്സിന്റെ ക്ലാസ് കട്ടായി എന്നാ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു തീർന്നു എന്ന്. വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഇവിടുത്തെ ചെറിയൊരു പ്രശ്നമായിരുന്നു. ഓക്കെ. ഇനി നമ്മൾക്ക് ഒന്നും പറയാനൊന്നും ഒരു സമയമില്ല. പെട്ടെന്ന് ക്ലാസ് കട്ടാവും. ഓക്കെ, ബൈ, സി യു. All of you do the homework. Okay. Bye bye.